ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മല്ലിയില ചട്നിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് BP കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇത് വെറുതെ അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കബാബിൻ്റെ കൂടെ അതുപോലെ തന്നെ തന്തൂരി ഡിഷസ്, ബാർബക്യൂ, പക്കവട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒരു വലിയ പിടി മല്ലിയിലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് തണ്ടോട് കൂടി തന്നെ എടുക്കാം, മുഴുവൻ തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണത്. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, അരയ്ക്കാനുള്ള എളുപ്പത്തിനാട്ടോ. പൊതുവേ മല്ലിയില ചട്നി ഉണ്ടാക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കുള്ള കംപ്ലൈൻറ്റാണ് ആ മല്ലിയിലേക്ക് ഒരു കുത്തുണ്ടായിരിക്കുന്നത്, അതിൻ്റെ ഒരു ചുവ ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ചട്നി ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. നമുക്ക് മനസ്സിലാവില്ല ഇത് മല്ലിയില കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് പുതിന ചട്നിയാണെന്ന്. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1.5 കപ്പ് ഉണ്ട്. 1.5 കപ്പ് നിറച്ചില്ല കേട്ടോ, 1.5 കപ്പ് ഉണ്ട്. മുറിച്ചതിൻ്റെ ശേഷം ഏതാണ്ട് ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഞാൻ പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇത് നാടനല്ല, ഈ ചൈനീസ് വെളുത്തുള്ളി എന്നൊക്കെ പറയില്ല, കുറച്ച് വലിയ തരത്തിലുള്ളത്, അതാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത്. അപ്പം നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ 2 or 3 ചേർക്കാം. അപ്പോൾ പലർക്കും വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ 1 or 2 ചെറുത് എടുത്തിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിന് അനുസരിച്ച് പിന്നീട് ഉണ്ടാക്കിയാൽ മതി. ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്തുണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ചട്നി നമുക്ക് വെറുതെ അങ്ങനെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ് ഈ ചട്നി. ഇപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ 1 പിടി മല്ലിയിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റേഷ്യോ പിടി കിട്ടും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക കേട്ടോ, 2 or 3 ചേർക്കാം. ഒന്ന് അരിഞ്ഞിടുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർക്കുക. പുളിക്കനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നും നോക്കണ്ട, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അധികമൊന്നുമില്ല, ഒരു നുള്ള്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ചേർത്തിട്ട് ഒന്നും കൂടി അത് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ മിക്സർ ജാറ് നമ്മൾ വെള്ളം കൊണ്ട് കഴുകി ഒഴിക്കരുത്, വെള്ളമേ ചേർക്കരുത് ഇതിലേക്ക്, തൈര് മാത്രം ചേർത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. പുളി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെമൺ ജ്യൂസ് ഒഴിക്കാം. പിന്നെ തൈര് വേണമെങ്കിൽ കുറച്ചും കൂടി 1 സ്പൂണൊക്കെ തൈരും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ, അതായിരിക്കും നന്നാവുക. ആ വെളുത്തുള്ളിയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവറും ആ ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റും അതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സംഭവം. നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ അത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് 2-3 ദിവസത്തിനൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറാട്ടയുടെ കൂടെ കഴിക്കാം, കബാബ്, ബാർബക്യൂസ് അല്ലെങ്കിൽ തന്തൂരി ഡിഷസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.